നമസ്കാരം. ഹൈന്ദവ വിശ്വാസികൾ വളരെയേറെ ഗൗരവത്തോടെ കാണുന്ന ഒന്ന് തന്നെയാണ് ശകുനശാസ്ത്രം. ഇതുപ്രകാരം ചില ശകുനങ്ങൾ നല്ലതുമുണ്ട്, ചിലത് മോശമായവയുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരാറുണ്ട്. അപ്പോൾ പല ജീവികളെയും അല്ലെങ്കിൽ വസ്തുക്കളെയും നമ്മൾ കാണാറുമുണ്ട്. അവയെല്ലാം നിമിത്തങ്ങളാണെന്നും അതിനൊക്കെയും ജീവിതവുമായി വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നതുമാണ് ശകുനശാസ്ത്രം പറയുന്നത്. ശകുനശാസ്ത്രം പലതും ദുശകുനമായി കാണുന്നുമുണ്ട്. അവ കാണുകയോ ആ ദുശകുനമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയോ ചെയ്യുന്നത് വളരെയധികം നിർഭാഗ്യവും ആപത്തും കൊണ്ടുവരുമെന്നതാണ് ശകുനശാസ്ത്രം പറയുന്നത്. ദോഷശക്തികളുടെ സ്വാധീനം നിമിത്തമാണത്രേ അവ സംഭവിക്കുന്നത്. പൂച്ചകളെ സംബന്ധിച്ച് പല വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പൂച്ച പലതിൻ്റെയും സൂചനയായിട്ടും അതേപോലെ പലതിൻ്റെയും പ്രതീകമായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. പൂച്ച വട്ടം ചാടുകയോ അതേപോലെ നമ്മുടെ പാതയ്ക്ക് കുറുകയായി ചാടുകയോ ഒക്കെ ചെയ്യുന്നത് അത്ര നല്ല ശകുനമായിട്ടല്ല നമ്മൾ കരുതി പോരുന്നത്. പൂച്ച മുന്നിൽ വന്നാൽ ചില ആളുകളൊക്കെ നടന്നു പോകുന്ന വഴിമധ്യേ പൂച്ചയുടെ ഈ ഒരു പ്രവേശനം നിമിത്തം വഴി മാറി പോകുക, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം യാത്ര തുടരുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പൂച്ച കുറുകെ ചാടുന്നത് നല്ലതല്ല എന്നതാണ് ഇതിന് പിന്നിലെ വിശ്വാസം. ശരിക്കും പൂച്ച ഇങ്ങനെ വട്ടം ചാടുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിലാദ്യമായി പറയാനുള്ളത്, പൂച്ച വട്ടം ചാടിയാൽ അല്ലെങ്കിൽ കുറുകെ ചാടിയാലുള്ള അർത്ഥം എന്താണെന്നാണ്. അത് ഉൾവിളികളെ വിശ്വസിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ചന്ദ്രനും രാഹുവും ഒരു വ്യക്തിയുടെ തോന്നലുകൾ അല്ലെങ്കിൽ ഉൾവിളികൾ, നിഗൂഢത അല്ലെങ്കിൽ രഹസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളായത് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും പൂച്ചയുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു വഴിക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്കായി നമ്മൾ പോകുമ്പോൾ പൂച്ചയെ മുന്നിൽ കണ്ടാൽ അത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ വഴിക്ക് പല തോന്നലുകൾ അനുസരിച്ച്, അതായത് നമ്മുടെ മനസ്സിലേക്ക് പല തോന്നലുകൾ ഉണ്ടാകുമെന്നും ആ വഴിയിലൂടെ പോകുമ്പോൾ ആ തോന്നലുകളൊക്കെയും ശരിയായി വന്നേക്കാം, അല്ലെങ്കിൽ കരുതലോടെ വേണം ആ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിനായി ഇറങ്ങി തിരിക്കുമ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് നിങ്ങൾ പുറപ്പെടുന്നതെങ്കിൽ കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്ന ഒരു സൂചനയും, കൂടാതെ നമ്മളുടെ ഉൾപ്രേരണകളും അതേപോലെ ജ്ഞാനവും വേണ്ട വിധം നമ്മൾ പ്രയോജനപ്പെടുത്തണം, അത് നിങ്ങളോട് സൂചനയായി പറയുകയാണ്. ഒരുപക്ഷെ നമ്മുടെ തീരുമാനം ചിലപ്പോൾ തെറ്റായിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടി വിശകലനം ചെയ്യുക എന്ന ഒരു കാര്യവും ഈ പൂച്ച കുറുകെ ചാടുന്നു നിമിത്തം അർത്ഥമാക്കുന്നുണ്ട്. അതേപോലെ മാറ്റത്തിൻ്റെയും ഒരു തുടക്കമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. കാരണം ആത്മീയ ചിന്താധാരകളും അതിൻ്റെ ഒരു അനുസരണം വെച്ച് നോക്കുമ്പോൾ, ആത്മീയ ചിന്താധാരകൾ അനുസരിച്ച് പറയുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടുന്നത് നമ്മളുടെ ഭാവിയിലേക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ കൂടി സൂചനയായിട്ടാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുകൂടി അത് സൂചിപ്പിക്കുന്നു. അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ മുന്നിൽ വരാനുണ്ടോ, അല്ലെങ്കിൽ ഊർജ നിലയിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതിയൊക്കെ മാറി അത് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയും പൂച്ചയുടെ വട്ടം ചാടൽ നിമിത്തം അർത്ഥമാക്കുന്നുണ്ട്. വേദജ്യോതിഷം, കർമ്മഫലം, വിഭ്രമ ചിന്തകൾ, പഴയ ജന്മത്തിലെ അതായത് കഴിഞ്ഞ ജന്മത്തിലെ ചിന്തകൾ, എനർജി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന രാഹുകേതുക്കളുടെ പ്രതീകമാണ്. അപ്പോൾ പൂച്ചകൾ, പ്രത്യേകിച്ച് കരിമ്പൂച്ചകൾ എന്ന് കരുതുന്നു, അതായത് നമ്മൾ പറയാറുണ്ട് ചില സാധാരണ കാണുന്നതിനെക്കാട്ടി വലിപ്പമുള്ള ചില പൂച്ചകൾ നമ്മൾ ഒരു യാത്രാമധ്യയൊക്കെ കുറുകെ ചാടുന്നത്, അതും കരിമ്പൂച്ചകൾ, അതിനെയാണ് നമ്മൾ ഭയാനകമായി പറയാറുമുണ്ട്. ഭയങ്കര വലിപ്പമുള്ള ഒരു പൂച്ചയായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഒരു സാധാ പൂച്ചയെക്കാട്ടി വലിപ്പം കൂടുതലുണ്ടായിരുന്നു ഒക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജിയെയാണ് ചില സമയങ്ങളിൽ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ, മനസ്സിലൊരു അങ്കലാപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വഴിമധ്യേയുള്ള നടത്തം അല്ലെങ്കിൽ കുറുകെയുള്ള ചാട്ടമൊക്കെ നിമിത്തം എന്തെങ്കിലും ഒരു ദുസ്സൂചന തോന്നുകയാണെങ്കിൽ ആദ്യം ചെയ്യുക ആ യാത്രയങ്ങ് മാറ്റിവെക്കുക എന്നതാണ്. കാരണം അതിൽ നിന്ന് ചിലപ്പോൾ ഗുണകരമായ ഒരു കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുക ഇല്ല എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില നാടുകളിൽ പൂച്ചകളെ ദുഷ്ടശക്തിക്കെതിരായ കവചമായിട്ട്
കാണാറുണ്ട്. അതായത് പൂച്ചകൾ നെഗറ്റീവ് എനർജി ആവാഹിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതും. പൂച്ച കുറുകെ പോയാൽ അദൃശ്യങ്ങളായ ദുഷ്ടശക്തികളിൽ നിന്ന് അവ നമ്മൾക്കൊരു സംരക്ഷണം നൽകുന്നു, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാൻ വരുന്നതായിട്ടുള്ള ആ ദുഷ്ടശക്തികളിൽ നിന്ന് പൂച്ച കുറുകെ ചാടിയ നിമിത്തം ഒരു മോചനം ഉണ്ടായി എന്നതും ദുർമന്ത്രവാദത്തെയൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി വരുമ്പോൾ ഇങ്ങനെ കുറുകെ ചാടുന്ന ചില സ്ഥലങ്ങളിലെ കാര്യമാണ് പറയുന്നത്. അവിടെ അത് സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് അല്ലെങ്കിൽ ഈ യാത്ര ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ആ പൂച്ചയുടെ കുറുകെ ചാടൽ നിമിത്തം മാറിപ്പോയി എന്നത് പോസിറ്റീവായിട്ട് സൂചിപ്പിക്കുന്ന ഒന്നാണ്. കൂടാതെ പൂച്ച ചില സ്ഥലങ്ങളിൽ ഭാഗ്യത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ പോകുമ്പോൾ കരിമ്പൂച്ച വട്ടം ചാടിയാൽ ആ കാര്യത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ പരാജയം അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഒന്നും നേരിടേണ്ടി വരികയില്ല, അത് ഭാവി അവർക്ക് ശോഭനമായിരിക്കും എന്ന ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. അതേപോലെ മുന്നിൽ നിന്നൊരു പൂച്ച കരഞ്ഞാലും അത് ശകുനശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മോശം ശകുനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഒരു മോശം വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ദുരന്ത വാർത്തകൾ കാണാനോ ഇടയാകും എന്നതുകൂടി പൂച്ചയുടെ ഈ നമ്മുടെ യാത്രാമധ്യയുള്ള കരച്ചിൽ നിമിത്തം അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ശകുനശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. അത് വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാകും. രണ്ട് തലത്തിലും ആളുകളുടെ ചിന്താധാരയുണ്ട്. അപ്പോൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് വളരെയധികം വിശ്വാസയോഗ്യമായ കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ അന്തർധാരയിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്താഗതിയും ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവെ പൂച്ച കുറുകെ ചാടുന്നത് ഇത് പല സ്ഥലങ്ങളിലെ കാര്യം കൂടി ഞാൻ ഇതിലൂടെ പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ അതിനെ ശുഭസൂചകമായി കരുതുമ്പോൾ മറ്റു ചിലയിടത്ത് അത് ദുശകുനം അല്ലെങ്കിൽ വരാൻ പോകുന്ന ദോഷത്തിന്റെ മുന്നോടിയായും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു നമ്മളുടെ നാട്ടുമ്പുറത്തെ സ്ഥിതി അനുസരിച്ച് ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയുള്ള ദുശകുനമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശകുനശാസ്ത്രം പറയുന്ന ആ സൂചനകൾ കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.